അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ ആ അർത്ഥത്തിന്റെ തുടക്കത്തിൽ അനുസരണം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിയവരായിക്കൊണ്ട് ഋജുമാനസരായി അവന് ഇബാദത്ത് ചെയ്യാനും നമസ്കാരം നിലനിർത്താനും സകാത്ത് നൽകാനുമല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അതാകുന്നു ഏറ്റവും ശരിയായ അല്ലെങ്കിൽ ചൊവ്വായ ദീൻ. 5-ാമത്തെ ആയത്തിന്റെ ഈ അർത്ഥത്തില് അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന് തുടങ്ങിയിട്ടാണല്ലോ, എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. ഏത് പദത്തിന്റെ അർത്ഥമാണ് ഇവിടെ അനുസരണം എന്ന് ഈ ആയത്തിന്റെ അർത്ഥം തുടങ്ങിയപ്പോൾ പറഞ്ഞത് എന്നൊരു സഹോദരൻ അന്വേഷിക്കുകയുണ്ടായി. അതിന് ചില വിശദീകരണങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദീൻ എന്ന മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതിലെ ദീൻ, അദ്ദീൻ എന്ന പദത്തെയാണ് ഞാൻ ആയത്തിന്റെ അർത്ഥത്തിൽ അനുസരണം എന്ന അർത്ഥം പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അർത്ഥം ദീൻ എന്ന പദത്തിനുണ്ടോ എന്നതാണ് 2-ാമത്തെ ചോദ്യം. ഞാനതിന്റെ പദ അർത്ഥം വിവരിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീൻ എന്നതിന് സാധാരണഗതിയിൽ മതം എന്നും ആചാര വ്യവസ്ഥ എന്നൊക്കെയാണ് നമുക്കിടയിൽ പ്രചാരത്തിലുള്ള അർത്ഥം. എങ്കിലും അതിനേക്കാളും അപ്പുറം വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് ദീൻ എന്ന പദം. പ്രതിഫലം എന്ന അർത്ഥം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിയമം എന്ന അർത്ഥവും ജീവിത വ്യവസ്ഥ എന്ന അർത്ഥവും കീഴ്വണക്കം എന്ന അർത്ഥവും അനുസരണം എന്ന അർത്ഥവും ഒക്കെ തന്നെ ദീൻ എന്ന പദത്തിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ പരിഭാഷകളിലൊക്കെ തന്നെ സഹോദരൻ പറഞ്ഞതുപോലെ വിധേയത്വം, കീഴ്വണക്കം എന്നൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അനുസരണം എന്ന അർത്ഥം കാണാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് വന്ന ആ സംശയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ. ഈ കീഴ്വണക്കം, വിധേയത്വം, അതുപോലെ തന്നെ അനുസരണം, ഇങ്ങനെ തുടങ്ങിയുള്ള ഈ മലയാള പദങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പദങ്ങളാണ്. നിങ്ങൾ ഈ ഓരോ പദത്തിന്റെയും അർത്ഥം മലയാള നിഘണ്ടു പരിശോധിക്കുമ്പോൾ മലയാളത്തിൽ അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മലയാളത്തിൽ കീഴ്വണക്കം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, മലയാളത്തിൽ വിധേയത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഇതിലൊക്കെ അനുസരണത്തിന്റെ ആ അർത്ഥം ചേർത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മുഖ്യമായ വിഷയം അനുസരണം തന്നെയാണ് എന്നതിനാലാണ് ഞാൻ അനുസരണം എന്ന പദത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ദീനിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ ആ ആയത്തിൽ ആ അർത്ഥത്തിന് പ്രാമുഖ്യം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ദീനിന് അനുസരണം എന്ന അർത്ഥം മാത്രമാണ് ഉള്ളത് എന്നൊരു വാദം എനിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പൗരാണികമായ തഫ്സീറുകളിലൊക്കെ തന്നെ എന്താണ് കൊടുത്ത കോട്ടിങ്സ് എന്ന് നമുക്ക് നോക്കാം. തഫ്സീർ അത്തൊബരി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കാണാം, വമാ അമറല്ലാഹു ഹൗലായിൽ യഹൂദ വന്നസ്വാറ അല്ലദീനഹും അഹ്ലുൽ കിതാബ് ഇല്ലാ അൻ യഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയാണ് മുഫ്രിദീന ലഹുത്താഅ. മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം മുഫ്രിദീന ലഹുത്താഅ, അനുസരണം അവന് മാത്രമാക്കിക്കൊണ്ട്, അനുസരണം അവന് മാത്രമാക്കിക്കൊണ്ട്. അപ്പൊ ഈ അത്വാഅത്ത് എന്ന അർത്ഥം അദ്ദീനിന് ഇവിടെ അർത്ഥം പറഞ്ഞതായിട്ട് നമുക്ക് തഫ്സീറിൽ കാണാൻ കഴിയും. അത്വാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ പദത്തിന്റെ അർത്ഥം അനുസരണം എന്നാണ്. അതുപോലെ മറ്റൊരു തഫ്സീറിൽ
മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതിൽ അദ്ദീൻ എന്നതിന് അത്താ എന്നാണ് ഉദ്ദേശം എന്നും പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ പൗരാണികമായ തഫ്സീറുകളിലും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ചർച്ചകളിലൊക്കെ തന്നെ ഈ ആയത്തിൽ വന്നിട്ടുള്ള അദ്ദീനിന് അനുസരണം എന്ന അർത്ഥം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീൻ, ദീനുൽ ഇസ്ലാം, ഇസ്ലാം ദീൻ എന്നത് കേവലം മറ്റു മതങ്ങളെ പോലെ ചില ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഒരു മതമല്ല, ഒരു കേവല മതമല്ല. ആ അർത്ഥത്തിൽ ദീനിന് അർത്ഥം പറയാനും പറ്റുകയില്ല. ഇസ്ലാം മതം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തോടൊപ്പം ആചാരങ്ങളോടൊപ്പം ഒരു ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ജീവിതത്തിലുടനീളം നമ്മൾ ആരെ അനുസരിക്കണം എന്നതാണ് മുഖ്യമായ വിഷയം, ഏത് വിഷയത്തിലായിരുന്നാലും. അപ്പോൾ ഒരു അടിസ്ഥാനപരമായ വിഷയം തന്നെയാണ് അനുസരണം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നോട് അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നു, എന്നോട് അള്ളാഹു ആജ്ഞാപിച്ചിരിക്കുന്നു. ആ ആജ്ഞാപിച്ച കാര്യങ്ങൾ അനുസരിക്കൽ എന്റെ ബാധ്യതയാണ്. അതാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. വിധേയപ്പെട്ടവനാണ്, കീഴ്പ്പെട്ടവനാണ്, അനുസരിച്ചവനാണ്. ആരെ അനുസരിച്ചവൻ? അള്ളാഹുവിനെ അനുസരിച്ചവൻ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചവൻ. അള്ളാഹു മാതാപിതാക്കളെ അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളെ അനുസരിക്കുന്നു. അള്ളാഹു ഗുരുവര്യന്മാരെ അനുസരിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരെ അനുസരിക്കുന്നു. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണം കൊടുക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. ആ നിലക്ക് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ ആയത്തിൽ തന്നെയുള്ള ഇബാദത്താണ് നിങ്ങളുടെ സംശയമെങ്കിൽ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദുവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ വിശദീകരിച്ച വിശദീകരണമാണ് എനിക്ക് പറയാനുള്ളത്. അതിനേക്കാളും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏതായിരുന്നാലും ഈ ഒരു സംശയത്തിന് ഈ വിശദീകരണം മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ഇതിന്റെ പദാനുപത വിശദീകരണവും ഇതിന്റെ ഇസ്തിലാഹാത്തുകളും സാങ്കേതികമായ പ്രയോഗങ്ങളും വിശദമായ ചർച്ചകൾ തന്നെ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അത് മുഴുവനും ഇവിടെ അവതരിപ്പിക്കുക എന്നത് സാധിക്കാത്ത കാര്യമാണ്. സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് സമയം കൊണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിലുള്ളത്. ഇതാണ് ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അവിടെ ആയത്തിന്റെ തുടക്കത്തിൽ അനുസരണം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ കീഴ്വണക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ വിധേയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാഗം അദ്ദീൻ എന്ന ഭാഗമാണ്. അപ്പൊ ഈ മൂന്ന്, വിധേയത്വമായിരുന്നാലും കീഴ്വണക്കമായിരുന്നാലും അനുസരണമായിരുന്നാലും, ഇത് മൂന്നും അവിടെ പറഞ്ഞാൽ തെറ്റില്ല. എന്നാൽ മൂന്നിനെയും ഉൾക്കൊള്ളുന്ന അനുസരണം എന്ന പദം ഞാൻ പ്രത്യേകം എടുത്തുദ്ധരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.